നമസ്കാരം. എ.പി. വിഭാഗം സുന്നി സംഘടന വിട്ടുനിൽക്കാൻ ആഹ്വാനം നടത്തിയതിന്റെ പേരിൽ ഒരു ഉസ്താദിന്റെ ഭാര്യയെയും 10 വയസ്സുള്ള മകളെയും സോഷ്യൽ മീഡിയയിൽ നിരന്തരം അപമാനിക്കുന്നതായി പരാതി. ഇതിനെതിരെ കോഴിക്കോട് കുരുവട്ടൂർ താമസിക്കുന്ന യുവതി നൽകിയ പരാതിന്മേൽ കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുത്തു. പൊതുസ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതിനിടെ ഫോട്ടോകളും വീഡിയോകളും അറിയാതെ എടുത്താണ് പ്രചരിപ്പിക്കുന്നത്. സമാനമായ സംഭവം ചൂണ്ടിക്കാട്ടി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും കഴിഞ്ഞ മാസം മെയ് 9 പരാതി നൽകിയിരുന്നു. ഒരു വർഷത്തോളമായി ഇത്തരം ദുരനുഭവം ആവർത്തിക്കുകയാണെന്ന് ഉസ്താദിനെ അനുകൂലിക്കുന്നവർ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. കഴിഞ്ഞ ബലിപെരുന്നാൾ സമയത്ത് ഭർത്താവിനൊപ്പം കോഴിക്കോട് മിഠായി തെരുവിൽ നിൽക്കുന്ന ഫോട്ടോയാണ് ആദ്യമായി പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അന്ന് അതത്ര കാര്യമാക്കിയിരുന്നില്ല. ശേഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ ഭർത്താവിനും മക്കൾക്കുമൊപ്പം നടന്നു നീങ്ങുമ്പോൾ ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചതിലൂടെയാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഈ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും അശ്ലീല കമന്റ്സ് നൽകി ഒരു വിഭാഗം മുസ്ലിം സംഘടനയുടെ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നുവെന്നാണ് അപ്പോൾ മനസ്സിലായത്. 10 വയസ്സുള്ള മകളുടെ വസ്ത്രത്തിന്റെ വലുപ്പവും ശരീരാകാരവും വരെ ഇവർ ചർച്ചയാക്കി. മകളെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് കൂടെ പഠിക്കുന്നവരും ബന്ധുക്കളും ചോദ്യം തുടങ്ങിയതോടെ പഠനത്തിനും പുറത്തിറങ്ങാനും മാനസിക താല്പര്യം കുറഞ്ഞു. ശേഷം യുഎയിൽ നിന്ന് വരുമ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നിറങ്ങിയ വീഡിയോ പുറത്തു വന്നു. അവസാനമായി കഴിഞ്ഞ ജൂൺ 6 വൈകുന്നേരം 4:30 വന്ദേ ഭാരത് ട്രെയിനിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സമയത്താണ് ഒളിഞ്ഞിരുന്ന് ഫോട്ടോ എടുക്കുന്നവരെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനെ പോലീസിൽ വിവരം അറിയിക്കുകയും റെയിൽവേ സ്റ്റേഷൻ പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഭർത്താവിനൊപ്പം സഞ്ചരിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ ഹൈലൈറ്റ്. കാരണം എ.പി. വിഭാഗം സുന്നി സംഘടന വിട്ടുനിൽക്കാൻ ആഹ്വാനം നടത്തിയ ഉസ്താദാണ് കേസ് കൊടുത്ത യുവതിയുടെ ഭർത്താവ്. ഭർത്താവിനെ വിമർശിക്കാൻ ഭാര്യയുടെയും പ്രായപൂർത്തിയാകാത്ത മകളുടെയും വസ്ത്രധാരണത്തെക്കുറിച്ചും ശരീര ആകാരത്തെക്കുറിച്ചും ഇവർ ആരോപണം ഉന്നയിക്കുകയാണ്. എ.പി. വിഭാഗം സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും മണാലിയിൽ നിന്ന് വീഡിയോ എടുത്ത നബീസ് ഉമയെ വിമർശിച്ച ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരിയും അടക്കം ഈ വിഷയത്തിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. എ.പി. വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന നിരവധി യൂട്യൂബ് ചാനലുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഫേസ്ബുക്ക് പേജുകൾ എല്ലാം യുവതിയുടെ ഫോട്ടോ വെച്ച് പല വ്ലോഗുകളും ഇറക്കിയെന്ന് പരാതിക്കാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 24 ന്യൂസ് പുറത്തുവിട്ട ഗ്ലോബൽ വില്ലേജ് അടയ്ക്കുന്നത് യു.എ ഗവൺമെന്റ് ഒരാഴ്ച നീട്ടിയെന്ന വാർത്തയ്ക്ക് താഴെ നടത്തിയ കമന്റ്സിൽ നടത്തിയ സൈബർ ആക്രമണം എ.പി. വിഭാഗത്തിന്റെ മാനവിക മുഖം മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത് താലിബാൻ പോലെയുള്ള തീവ്ര സംഘടനകൾ പ്രചരിപ്പിക്കുന്ന നിയമങ്ങൾ മാത്രമാണ്. ഇത്തരം നിയമങ്ങൾ കേരളത്തിലെത്തിയത് തീവ്ര സലഫി ധാരകളിലൂടെയാണ്. അതുതന്നെയാണ് എ.പി. വിഭാഗവും ഉന്നയിക്കുന്നത് എന്ന് ഉസ്താദിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. 15 വർഷത്തോളമായി ഭർത്താവായ ഉസ്താദിനെ വേട്ടയാടുന്ന എ.പി. വിഭാഗത്തിന്റെ പുതിയ രീതിയാണ് ഇത് എന്നാണ് ഇവർ പറയുന്നത്. ഉസ്താദിന് കൂടെ കൂടിയതിന്റെ പേരിൽ പലർക്കും മഹലിൽ വിലക്കിന് പാത്രമാകേണ്ടി വന്നിട്ടുണ്ട്. നാട് മാറി താമസിക്കേണ്ടി വന്നിട്ടുമുണ്ട്. കുടുംബത്തിനുള്ളിൽ ശൈഥില്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ദുരാരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. ആദർശപരമായ എതിർചേരിയിലായതിന്റെ പേരിൽ വ്യക്തിഹത്യ നടത്തുകയാണ്. ഇതോടെ കുടുംബവും മക്കളും സമൂഹ മധ്യത്തിൽ പരിഹാസ്യരാവുകയാണ്. ഇവർക്ക് മൗലിക അവകാശം നിഷേധിക്കപ്പെടുകയാണ്. സ്ത്രീത്വം അപമാനിക്കപ്പെടുകയാണ്. മക്കൾ പോലും അശ്ലീല സംസാരത്തിൽ കടന്നു വരികയാണ്. ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന നൌഷാദ് അഹ്സനി അടക്കമുള്ളവർ പറയുന്നത്.